ഈ നീനാക്കുറിപ്പിന്റെ പരാതി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുരുതരമായ പരാതിയാണ് നീനാക്കുറിപ്പിൻ്റെത്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇപ്പോൾ ടിനി ടോം എക്സിക്യൂട്ടീവ് അംഗമാണ്. അൻസിബ ഈ ചുമതലപ്പെട്ട ഈ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി സ്ഥാനത്താണ് ഇരുന്നത്. രാജിവെക്കുന്നത് ഫെബ്രുവരി 21-നാണ്. ഇന്നലെ നമ്മളുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഇതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. അതെ, ഗൂഢാലോചന നടത്താൻ പറ്റിയ ഒരാളാണെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞ അത് ഗൂഢാലോചന. എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞാൻ പറയേണ്ട വാക്കാണത്, ഗൂഢാലോചന എനിക്കെതിരെ നടന്നിട്ടുണ്ടെന്ന്. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കുടുംബസംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസംഘടന ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ധാർമ്മികത കാരണം ഞാൻ പറഞ്ഞു അത് നടക്കൂല. 32 വർഷമായിട്ട് അമ്മയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് നിങ്ങളൊരു മതം കയറ്റിയാൽ അടുത്ത മതചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, മറ്റൊരു ചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, പാർട്ടി കയറേണ്ടി വരും. ഇത്തരത്തിൽ മതം കയറിക്കഴിഞ്ഞാൽ ഇത് കലാകാരന്മാരുടെ സംഘടനയാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ എന്തായാലും എതിരഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞാനത് അവിടുന്നാണോ ഇത് തുടങ്ങുന്നത്? അതിൻ്റെ മുന്നേ ഞാൻ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ഞാൻ ആർക്കായിരുന്നു ഇത്ര വലിയ പ്രശ്നം? അൻസിബ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആർക്കായിരുന്നു ഇത്ര കണ്ണുകടി? എലക്ഷൻ സ്റ്റണ്ട് എല്ലാവരും കണ്ടതാണല്ലോ. ആ സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ വീഡിയോ ബ്രോഡ്കാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാനൊരു പരാതിപ്പെട്ടു. ഞാൻ മുൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജേട്ടൻ്റെ സിൽബന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു. അമ്മയുടെ ബൈലോ പ്രകാരം ഒരംഗം മറ്റൊരംഗത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു. അപ്പോൾ അമ്മ ഓഫീസിൽ വെച്ച് നടത്തിയ ആദ്യത്തെ EC മീറ്റിങ്ങിൽ ഞാൻ ആ പരാതി ഉന്നയിച്ചു. ആ പരാതി ഉന്നയിച്ച സമയത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനൂപ് ചന്ദ്രനെ പുറത്താക്കാൻ പറ്റില്ല ഈ കാരണം കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബൈലോയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ത്രീകളും അതേ സമയത്ത് അമ്മയ്ക്കെതിരെ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകളെയും പുറത്താക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേത ചേച്ചി തന്നെയാണ് പറഞ്ഞത്. ശ്വേത ചേച്ചിയും കുറച്ച് വേറെ മെമ്പേഴ്സും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരാതിയുമായിട്ട് മുന്നോട്ട് പോവില്ല എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്.